ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രത്യേകതയാണ് ഒരു കാലത്ത് ആകാശത്ത് പ്രതാപത്തോടെ പറന്നുയർന്ന വിമാന കമ്പനികൾ പെട്ടെന്ന് ചിറകറ്റി വീഴുന്ന കാഴ്ച. സമീപ ദിവസങ്ങളിൽ കാര്യക്ഷമതയുടെ പര്യായമായി കണക്കാക്കപ്പെട്ടിരുന്ന ഇൻഡിഗോ എയർലൈൻസിന്റെ താളം തെറ്റലുകൾ, യാത്രാ ദുരിതങ്ങളും പരാതികളുമായി വാർത്തകളിൽ നിറയുമ്പോൾ പഴയകാല ഓർമ്മകൾ പലരുടെയും മനസ്സിൽ വീണ്ടും ഉണരുകയാണ്. ഇന്ന് വിപണിയുടെ 60% പങ്കാളിത്തവുമായി ഇൻഡിഗോ മേൽക്കൈ നേടുമ്പോൾ ഈ ആധിപത്യത്തിലേക്ക് അവരെ എത്തിച്ച് വഴിയിൽ തളർന്നുപോയ ഒരുപിടി വിമാന കമ്പനികളുടെ പരാജയ കഥകളാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനുള്ളിൽ 10 പ്രധാന എയർലൈനുകളാണ് ഇന്ത്യൻ ആകാശത്തു നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായത്. സാമ്പത്തിക തകർച്ച, തെറ്റായ ബിസിനസ് മോഡലുകൾ, പങ്കാളിത്തത്തിലെ പാളിച്ചകൾ അല്ലെങ്കിൽ നിയമപരമായ നൂലാമാലകൾ എന്നിവയെല്ലാം ഈ തകർച്ചയ്ക്ക് കാരണമായി. ഒരു വ്യവസായം എന്ന നിലയിൽ വിമാന കമ്പനി നടത്തിപ്പ് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണെന്ന് ഈ പരാജയങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ ഉദാരവൽക്കരണത്തിന് ശേഷം ആരംഭിച്ച് ഇൻഡിഗോയുടെ ആധിപത്യത്തിന് വഴിമാറിയ ഈ 10 വിമാന കമ്പനികളുടെ തകർച്ചകൾ ഓരോന്നും ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ സുപ്രധാന അധ്യായങ്ങളാണ്. 1. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. 1990-91 കാലഘട്ടത്തിലെ ഉദാരവൽക്കരണത്തിന് ശേഷം എയർ ടാക്സി പദ്ധതിയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ എയർലൈൻ ആയിരുന്നു തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിച്ച ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. 1992 പ്രവർത്തനം തുടങ്ങിയ ഈ കമ്പനി 37 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു സ്വകാര്യ വിമാന കമ്പനി എന്ന പദവി നേടി. എന്നാൽ 1995 കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ തഖിയുദ്ദീൻ വാഹിദിന്റെ കൊലപാതകം കമ്പനിയെ പ്രതിസന്ധിയിലാക്കി. ലീസിനെടുത്ത വിമാനങ്ങളുടെ വാടക അടയ്ക്കുന്നതിലെ വീഴ്ചകൾ നിയമ നടപടികളിലേക്ക് നയിച്ചു. വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യപ്പെട്ടതോടെ 1996 ഓഗസ്റ്റ് 8 ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് പ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചു. ഇന്ത്യയുടെ സ്വകാര്യ വ്യോമയാന സ്വപ്നങ്ങളുടെ ആദ്യത്തെ വലിയ തകർച്ചയായിരുന്നു ഇത്. 2. എയർ സഹാറ. ഇന്ത്യയുടെ ഫുൾ സർവീസ് വ്യോമയാന രംഗത്തെ ഒരു പ്രമുഖ നാമമായിരുന്നു 1991 സ്ഥാപിതമായ എയർ സഹാറ. വടക്കേ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശേഷം അന്താരാഷ്ട്ര റൂട്ടുകളിലേക്ക് വരെ അവർ തങ്ങളുടെ സേവനം വ്യാപിപ്പിച്ചു. എന്നാൽ 2007 ജെറ്റ് എയർവേസ് എയർ സഹാറയെ 1450 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുകയും ജെറ്റ് ലൈറ്റ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 2019 ജെറ്റ് എയർവേസ് തകർന്നപ്പോൾ ജെറ്റ് ലൈറ്റും അതോടൊപ്പം ഇല്ലാതെയായി. എയർ സഹാറയുടെ പാരമ്പര്യം അവിടെ അങ്ങനെ അവസാനിച്ചു. 2 പ്രമുഖ എയർലൈനുകളുടെ ലയനവും തകർച്ചയും ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ സാമ്പത്തിക സങ്കീർണതകൾ എടുത്തു കാണിക്കുന്നു. 3. എയർ ഡക്കാൻ. വിമാനയാത്ര സാധാരണക്കാർക്ക് പ്രാപ്യമാക്കിയ ഒരു വിപ്ലവമായിരുന്നു 2003 ക്യാപ്റ്റൻ GR ഗോപിനാഥ് സ്ഥാപിച്ച എയർ ഡക്കാൻ. ഒരു ട്രെയിൻ ടിക്കറ്റിന്റെ വിലയ്ക്ക് പറക്കാൻ കഴിയുമെന്ന ആശയം ഇന്ത്യൻ യാത്രയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ചെറുനഗരങ്ങളെ ബന്ധിപ്പിച്ച് ATR 42, 72 വിമാനങ്ങൾ ഉപയോഗിച്ച് അവർ വലിയ സ്വീകാര്യത നേടി. എങ്കിലും അതിവേഗത്തിലുള്ള വികസനത്തിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഡെക്കാന് കഴിഞ്ഞില്ല. 2008 കിങ്ഫിഷർ എയർലൈൻസ് ഡെക്കാനെ ഏറ്റെടുത്ത് സിംപ്ലിഫൈ ഡെക്കാൻ എന്നും പിന്നീട് കിങ്ഫിഷർ റെഡ് എന്നും പുനർനാമകരണം ചെയ്തു. കിങ്ഫിഷർ തകർന്നപ്പോൾ ഡെക്കാന്റെ ആശയവും വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി. 4. പാരാമൗണ്ട് എയർവേസ്. 2005 ആരംഭിച്ച പാരാമൗണ്ട് എയർവേസ് ഒരു വ്യത്യസ്തമായ ബിസിനസ് മോഡൽ പരീക്ഷിച്ചു. എംബ്രയർ E170, 190 വിമാനങ്ങളോടൊപ്പം പ്രീമിയം സൗകര്യങ്ങൾ കുറഞ്ഞ വിലയിൽ നൽകിക്കൊണ്ട് അവർ തെക്കേ ഇന്ത്യയിൽ ബിസിനസ് യാത്രക്കാരെ ലക്ഷ്യമിട്ടു. എന്നാൽ നിയമപരമായ തർക്കങ്ങൾ, അടയ്ക്കാത്ത കുടിശ്ശികകൾ, സാമ്പത്തിക കെടുകാര്യസ്ഥത എന്നിവയെ തുടർന്ന് 2010 അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഈ എയർലൈൻ പിന്നീട് ആകാശത്തേക്ക് മടങ്ങി വന്നതേയില്ല. 5. കിങ്ഫിഷർ എയർലൈൻസ്. ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ തകർച്ചകളിലൊന്നാണ് 2005 വിജയ് മല്യ സ്ഥാപിച്ച കിങ്ഫിഷർ എയർലൈൻസ്. ആഡംബരം, ലോകോത്തര സൗകര്യങ്ങൾ, മികച്ച ഭക്ഷണം എന്നിവയുടെ പര്യായമായിരുന്നു കിങ്ഫിഷർ. എയർ ഡക്കാനെ ഏറ്റെടുത്ത് അന്താരാഷ്ട്ര സർവീസുകളിലേക്ക് വരെ അവർ വ്യാപിച്ചു. എന്നാൽ ആഡംബരത്തിന് പിന്നിലെ കണക്കുകൾ താളം തെറ്റിയിരുന്നു. ഉയർന്ന ഇന്ധനവില, അമിത ചെലവ്, കാര്യക്ഷമമല്ലാത്ത ഫ്ലീറ്റ് പ്ലാനിംഗ് എന്നിവ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി. 7000 കോടിയിലധികം രൂപയുടെ കുടിശ്ശിക വരുത്തിവെച്ചതിനെ തുടർന്ന് 2012 ഒക്ടോബറിൽ കിങ്ഫിഷറിനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഇന്ത്യൻ വ്യോമയാനത്തിലെ ഫ്ലാംബോയന്റ് യുഗത്തിന്റെ അന്ത്യമായിരുന്നു അത്. 6. ജെറ്റ് എയർവേസ്. 1993 സ്ഥാപിതമായ ജെറ്റ് എയർവേസ് വർഷങ്ങളോളം ഇന്ത്യയുടെ പ്രമുഖ സ്വകാര്യ എയർലൈൻ എന്ന നിലയിൽ യാത്രക്കാരുടെ വിശ്വാസം നേടിയിരുന്നു. എയർ സഹാറയെ ഏറ്റെടുത്തതിലൂടെ അവർ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു. എങ്കിലും കുറഞ്ഞ ചെലവിൽ സർവീസ് നടത്തുന്ന എതിരാളികളുടെ വർധനവും
നിയന്ത്രണാതീതമായ കടബാധ്യതകളും ജെറ്റിനെ സമ്മർദ്ദത്തിലാക്കി. 2019 ഏപ്രിലിൽ അവരുടെ എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചു. പുനരുജ്ജീവന ശ്രമങ്ങൾ പലതും നടന്നെങ്കിലും ഒന്നും ഫലവത്തായില്ല. 2024 നവംബറിൽ സുപ്രീം കോടതി ലിക്വിഡേഷന് ഉത്തരവിട്ടതോടെ ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും ആദരണീയമായ എയർലൈൻ എന്ന അധ്യായം ഔദ്യോഗികമായി അവസാനിച്ചു. 7. ട്രൂജെറ്റ്. 2015 ATR വിമാനങ്ങൾ ഉപയോഗിച്ച് പ്രാദേശിക കണക്ടിവിറ്റിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആരംഭിച്ച എയർലൈനായിരുന്നു ട്രൂജെറ്റ്. ടയർ 2, ടയർ 3 നഗരങ്ങളിലെ യാത്രാ ആവശ്യം മുതലെടുക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ പാൻഡമിക് കാലത്തെ നഷ്ടങ്ങളും തുടർച്ചയായ സാമ്പത്തിക പ്രതിസന്ധിയും കാരണം 2022 ഫെബ്രുവരിയിൽ പ്രവർത്തനം നിർത്തേണ്ടി വന്നു. തിരിച്ചുവരവിന് താൽപ്പര്യമുള്ള നിക്ഷേപകരുണ്ടെങ്കിലും ട്രൂജെറ്റ് നിലവിൽ ഗ്രൗണ്ടഡായി തുടരുകയാണ്. 8. ഗോ ഫസ്റ്റ്. 2005 മുതൽ വ്യോമയാന മേഖലയിലെ ഉയർച്ച താഴ്ചകളിലെ അതിജീവിച്ച എയർലൈനുകളിലൊന്നായിരുന്നു ഗോ ഫസ്റ്റ്, അതായത് പഴയ ഗോ എയർ. എന്നാൽ 2023 പ്രമുഖ എഞ്ചിൻ നിർമ്മാതാക്കളായ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയിൽ നിന്നുള്ള എഞ്ചിൻ വിതരണത്തിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ കാരണം പകുതിയിലധികം വിമാനങ്ങളും ഗ്രൗണ്ട് ചെയ്യപ്പെട്ടു. 6521 കോടിയിലധികം രൂപയുടെ കടബാധ്യതയിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു. പുനരുജ്ജീവനത്തിന് സാധ്യതയില്ലാത്തതിനാൽ 2025 NCLT ലിക്വിഡേഷന് ഉത്തരവിട്ടു. ഇന്ത്യൻ വ്യോമയാനത്തിലെ മറ്റൊരു കുറഞ്ഞ ചെലവിലുള്ള കാരിയറിന്റെ പതനമായിരുന്നു ഇത്. 9. വിസ്താര. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി വിസ്താര നഷ്ടം കാരണം അടച്ചുപൂട്ടിയതല്ല. 2015 ടാറ്റ സൺസും സിംഗപ്പൂർ എയർലൈൻസും ചേർന്ന് ആരംഭിച്ച ഈ ഫുൾ സർവീസ് എയർലൈൻസ് സ്ഥിരമായ യാത്രക്കാരുടെ വിശ്വാസ്യതയും വളർച്ചയും നേടി. ടാറ്റ ഗ്രൂപ്പിന്റെ വ്യോമയാന ഏകീകരണത്തിന്റെ ഭാഗമായി 2024 നവംബറിൽ വിസ്താര എയർ ഇന്ത്യയിൽ ലയിച്ചു. ഇതോടെ വിസ്താര എന്ന ബ്രാൻഡ് ഔദ്യോഗികമായി ഇല്ലാതാവുകയും അതിന്റെ പ്രവർത്തനങ്ങളും വിമാനങ്ങളും എയർ ഇന്ത്യയുടെ കുടക്കീഴിലായി മാറുകയും ചെയ്തു. 10. AIX കണക്ട്. AIX കണക്ട്, അതായത് പഴയ എയർ ഏഷ്യ ഇന്ത്യ, നിശബ്ദമായാണ് അപ്രത്യക്ഷമായത്. ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യയെ ഏറ്റെടുത്തതിനു ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസിനെയും AIX കണക്റ്റിനെയും ഒരൊറ്റ എയർ ഇന്ത്യ എക്സ്പ്രസ് ബ്രാൻഡിന് കീഴിൽ ലയിപ്പിച്ചു. 2024 മുതൽ AIX കണക്ട് എന്ന പേര് നിലവിലില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിപുലീകരിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ശൃംഖലയുടെ ഭാഗമാണ്. ഈ 10 വിമാന കമ്പനികളുടെയും തകർച്ചാ കഥകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ കാർക്കശ്യം വ്യക്തമാകും. അതിജീവനത്തിന് വെറും അഭിലാഷം മാത്രം പോരാ. വിമാന ഇന്ധനത്തിൻ്റെ വിലയിലുള്ള അസ്ഥിരത, എയർപോർട്ട് ഫീസുകൾ, അറ്റകുറ്റപ്പണികൾക്കുള്ള ഭീമമായ ചെലവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രവർത്തന ചെലവ് ഇന്ത്യൻ കാരിയറുകൾക്ക് എപ്പോഴും വലിയ തലവേദനയാണ്. ഇത് പലപ്പോഴും സാമ്പത്തികമായി ദുർബലമായ കമ്പനികൾക്ക് താങ്ങാനാവാത്ത ഭാരമായി മാറുന്നു. കിങ്ഫിഷർ, പാരാമൗണ്ട് തുടങ്ങിയ കമ്പനികളിൽ കണ്ടതുപോലെ തെറ്റായ ഫ്ലീറ്റ് തെരഞ്ഞെടുപ്പുകളും അമിത ചെലവുകളും ബിസിനസ് മോഡലിലെ പൊരുത്തക്കേടുകളും പോലെയുള്ള മാനേജ്മെന്റ് പാളിച്ചകൾ തകർച്ചയിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. കാര്യക്ഷമമല്ലാത്ത തീരുമാനങ്ങൾ എയർലൈനുകളുടെ അടിത്തറ ഇളക്കി. എയർ ഡക്കാൻ കൊണ്ടുവന്ന കുറഞ്ഞ നിരക്കിലുള്ള യാത്രയുടെ ആശയം പിന്നീട് ഇൻഡിഗോ കൂടുതൽ കാര്യക്ഷമതയോടെ നടപ്പിലാക്കിയതാണ് വ്യവസായത്തിലെ വലിയ മുന്നേറ്റത്തിന് കാരണം. ഒറ്റ മോഡൽ വിമാനങ്ങൾ, അതായത് സിംഗിൾ മോഡൽ ഫ്ലീറ്റ്, എയർബസ് A320 പോലെയുള്ള അവ ഉപയോഗിച്ചുള്ള ലളിതമായ പ്രവർത്തന ഘടന, കർശനമായ കൃത്യനിഷ്ഠ എന്നിവയിലൂടെ ഇൻഡിഗോ കാര്യക്ഷമതയുടെ ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിച്ചു. മറ്റുള്ളവർ പാളിച്ച വരുത്തിയ ചെലവ് നിയന്ത്രണം എന്ന വിഷയത്തിൽ ഇൻഡിഗോ വിജയിച്ചു. തകർന്നുപോയ ഓരോ എയർലൈൻസിൻ്റെയും മാർക്കറ്റ് ഷെയർ ക്രമേണ ഇൻഡിഗോയുടെ ആധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. ജെറ്റ് എയർവേസിൻ്റെയും ഗോ ഫസ്റ്റിൻ്റെയും തകർച്ച ഇൻഡിഗോയ്ക്ക് വിപണിയിലെ 1-ാം സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെടാത്ത നിലയിലേക്ക് എത്തിച്ചു. ഇത് അവരുടെ വളർച്ചയ്ക്ക് വളരെ നിർണായകമാവുകയും ചെയ്തു. വൈകൽ, യാത്രാ പരാതികൾ ഉൾപ്പെടെ ഇന്ന് ഇൻഡിഗോ നേരിടുന്ന വെല്ലുവിളികൾ ഒരു മുന്നറിയിപ്പാണ്. ഏതൊരു വൻകിട കമ്പനിക്കും കാര്യക്ഷമതയിൽ വരുന്ന ചെറിയ വീഴ്ചകൾ പോലും കടുത്ത പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം. ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ സ്വപ്നങ്ങൾ ഇപ്പോഴും വലുതാണ്. പുതിയ വിമാന കമ്പനികൾ കടന്നു വരുന്നു. ജെറ്റ് എയർവേസിന്റെ പുനഃസ്ഥാപന ശ്രമങ്ങൾ ഉൾപ്പെടെ പഴയവ പുനരുജ്ജീകരണത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മേഖലയുടെ ചരിത്രം തെളിയിക്കുന്നത് ഒന്നു മാത്രം: ഈ വ്യവസായത്തിൽ ലാഭകരമായി തുടരുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. പഴയ കമ്പനികളുടെ തകർച്ചയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഭാവിയിലെ ഇന്ത്യൻ എയർലൈനുകൾക്ക് അവരുടെ ബിസിനസ് മോഡലുകളും പ്രവർത്തന തന്ത്രങ്ങളും കൂടുതൽ കരുതലോടെ മെനയാൻ പ്രചോദനമാകേണ്ടതുണ്ട്. യാത്രക്കാർക്ക് വിശ്വസിക്കാവുന്ന, സുരക്ഷിതമായ, കാര്യക്ഷമമായ ഒരു വ്യോമയാന ഭാവിക്കായി ഈ ചരിത്ര സത്യങ്ങൾ നാം ഓർമ്മയിൽ സൂക്ഷിക്കണം. ഇന്ത്യൻ വ്യോമയാന രംഗത്തെ ഈ കമ്പനികളുടെ തകർച്ചാ കഥകൾ ഓരോന്നും ഈ മേഖല എത്രത്തോളം സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇൻഡിഗോയുടെ നിലവിലെ പ്രതിസന്ധി ഈ പാഠങ്ങൾ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.